ഞാൻ പോവാൻ പോവാ. സങ്കടം ഉണ്ടോ? ഞാൻ കയറാൻ പോവാ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുകയാണ്. നമ്മൾ അടുക്കളയിലാണുള്ളത്. അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഗൈസ്. അപ്പം ഞാൻ തലയിൽ ഇതാ പാക്കൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടതാണ് ഈ ഒരു കോലം. ആക്ച്വലി നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടിയുള്ളൊരു ഡേ ആണ്. കാരണം ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്ത് പോവാണ്. എന്തിനാണ് ട്രിവാൻഡ്രത്ത് പോകുന്നത് വെച്ചാൽ ഐഷുവിൻ്റെ ബർത്ത്ഡേ ആണ് 10-ാം തീയതി. ഇന്ന് 9-ാം തീയതിയാണ്. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. സോ നിങ്ങൾ ഈ വ്ളോഗ് കാണുക 11-ാം തീയതി ഈവനിങ് ആയിരിക്കും. അപ്പോൾ അതുവരെ എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റില്ല. ഞാൻ ഈ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ അവിടെ അറിയും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടൂല. അപ്പം ഇന്ന് നമുക്ക് 4:30-ക്കാണ് ട്രെയിൻ വരുന്നത്. കാരണം ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ട്രാവലിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അത്ര ലോങ് ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ടാസ്ക്കാണ്. സ്ട്രെയിറ്റ് നമ്മൾ വർക്കലയ്ക്കല്ല പോകുന്നത്. ട്രിവാൻഡ്രം വർക്കലയാണ് അവളുടെ ജിമ്മും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ട്രെയിൻ നമുക്ക് കിട്ടുകയേ ചെയ്യില്ല. കാരണം നമ്മൾ 1-ാം തീയതി നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം, 1-ാം തീയതി നമ്മൾ അവിടെ ജോയിൻ ആക്കി വന്ന സമയത്ത് തന്നെ ഒരു 5 to 7 days വരെ ഉള്ളത്, 7-ാം തീയതി ആ ഒരു ഡേ വരെ ഉള്ളത് ഓൾറെഡി ഫുൾ ബുക്കിംഗ് ആണ്. ഞാൻ പിന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞത് എനിക്കെന്തോ ഭാഗ്യത്തിന് ട്രെയിൻ മാറി മാറി കയറാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂസ് ചെയ്ത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ, ആദ്യം എനിക്ക് കിട്ടിയത് നേരെ ഇവിടുന്ന് നമ്മൾ തൃശ്ശൂർ പോകും. തൃശ്ശൂരിൽ നമ്മൾ നേരെ എറണാകുളം പോകും. എറണാകുളത്ത് നേരെ നമ്മൾ വർക്കല. പക്ഷേ ട്രെയിൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 4:10-ന് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് എറണാകുളത്തോട്ടാണ്. ആ ട്രെയിനിൽ നമ്മൾ പോകും. എറണാകുളത്ത് നിന്ന് നൈറ്റ് 11 മണിക്കാണ് നമ്മൾക്ക് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ വരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 4:10-ന് പോയ 8:30 ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ എറണാകുളത്തും. പിന്നെ 9 മണി, 10 മണി, 11 മണി, 3 മണിക്കൂർ അല്ല 2 മണിക്കൂർ ഗൈസ് ഞാൻ എറണാകുളം സ്റ്റേഷനിൽ പോസ്റ്റ് ആയിരിക്കും ഗൈസ്. അത് ആലോചിച്ച് ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ എനിക്ക് ഐഷുവിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണും. കാരണം അവൾ ഒരു 1 വീക്ക് മുന്നേ പറഞ്ഞു, ചേച്ചി എൻ്റെ ബർത്ത്ഡേ ആണ് 10-ാം തീയതി. ഞാൻ പറഞ്ഞു അതിന് എന്നൊക്കെ ചോദിച്ച് ഞാൻ അപമാനിച്ചതാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അച്ഛനും അമ്മയും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അവർ വരുന്നില്ല. എന്തായാലും അവൾ 20-ാം തീയതി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾ 20-ാം തീയതി ഇങ്ങോട്ട് വരുന്നത് അറിയാണ്ടാണ് ഞാൻ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഗൈസ്. അപ്പം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവൾ 20-ാം തീയതി വരുന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ വെറുതെ അങ്ങോട്ട് എക്സ്പെൻസൊക്കെ മുടക്കി ട്രാവൽ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്നാണ്. അപ്പോൾ വരൂലല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇഷ്യൂ വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വെച്ചാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നന്ദുവിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ജിമ്മിൻ്റെ അവളുടെ ഫ്രണ്ടും എൻ്റെ ഫ്രണ്ടും ജിമ്മിൻ്റെ ഓണറായിട്ട് നന്ദുവിനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത്, നന്ദു ഞാൻ വരും, നീ പറയരുത്, രാവിലെ ജിമ്മിലോട്ട് ഡയറക്റ്റ് വരാമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്നൊരു ട്രാവലിംഗ് വ്ളോഗായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കിച്ചണിൽ കയറാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോഴുള്ള ഫുഡ് എടുത്ത് പിടിക്കുകയാണ്, നൈറ്റ് കഴിക്കാറ്. കാരണം എനിക്ക് ഫുഡ് സെറ്റ് ആവുന്നില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞാണ്, ട്രിവാൻഡ്രം എവിടെയായാലും ട്രെയിനിലെ ഫുഡൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നൈറ്റത്തേക്ക് ചിക്കൻ ഫ്രൈയും പിന്നെ എന്തെങ്കിലും പൊറോട്ട ഓർ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും മേടിച്ച് ഞാൻ കയ്യിൽ വെക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ രാവിലെ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ് ഞാൻ അതാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ രാവിലെ. എനിക്കൊരു 3 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇവിടുന്ന് പോകണം. റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു 3/4 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് 4:10-ന് അവിടെ എത്താണ്ട് കുറച്ച് നേരത്തെ പോകാമെന്നാണ് പ്ലാനിങ്. അപ്പം ഞാൻ ബാക്കി പ്രിപ്പറേഷൻസ് ഹെയറിൻ്റെ സ്പായും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ചിക്കൻ പൊരിക്കാൻ പോവാണ്. ചിക്കൻ പിന്നെ ഫ്രൈയും വെക്കണം ഉച്ചക്കത്തേക്ക്. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഈ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അതെന്താണെന്ന് വീഡിയോയിൽ പറയാം. ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ ഐഷുവിന് എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരുന്നു. ഓൾറെഡി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളതൊക്കെ എടുത്തു വെക്കാം. അപ്പം എന്താണ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചത് അയച്ചത് ഇതാണ് ഗൈസ്. ഇത് എന്താണെന്നായിരിക്കും. ആക്ച്വലി ഇത് ഓൾറെഡി ഓൺലൈൻ ബുക്കിംഗ് അല്ല, പക്ഷേ ഞാൻ സ്ട്രെയിറ്റ് വാങ്ങിയ സമയത്ത് അവർ നല്ല അടിപൊളിയായിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെഡ്സെറ്റാണ് ഗൈസ്. ഇത് പോകുന്നതിൻ്റെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിൻ്റെ തലേന്ന്, ചേച്ചി എനിക്ക് ഇങ്ങനത്തെ ഒരു ഹെഡ്സെറ്റ് വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വാങ്ങിത്തരാം. അപ്പോൾ അന്ന് ഞാനിതിന് ഓൺലൈനിൽ നോക്കിയ സമയത്ത് 3000 ആ ഒരു പ്രൈസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ തലേന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ഓർഡർ ചെയ്യാനും പോലും പറ്റുന്ന ടൈമും ഇല്ല. പിറ്റേന്ന് എന്തായാലും സാധനം കിട്ടിയില്ല. അപ്പം
ഞാൻ വിചാരിച്ചു ഓക്കെ ബർത്ത്ഡേ 10 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, അപ്പം ഞാൻ എന്തായാലും ഇത് അപ്പോഴേക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വെച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ അത്ര റേറ്റ്, അതിന് ചെറിയൊരു ഓഫർ മാത്രം കാണിക്കുന്നത്. അപ്പം ഞാൻ നേരിട്ട് നോക്കാൻ വിചാരിച്ചു. അത്ര റേറ്റ് അഫോർഡ് ചെയ്യേണ്ട ഈ സാധനത്തിനൊക്കെ മാക്സിമം കാലാവധി നമുക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ പുറത്ത് പോയ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിൽ ഈ സെയിം സാധനം തന്നെ കിട്ടി ഗൈസ്. അപ്പം ഇതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കാണാം. പിന്നെ എന്നെ കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റും കാണാനാണ് ഞാൻ വെയിറ്റിംഗ് ഗൈസ്. അപ്പം ഇനി ഇപ്പം നമ്മളെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഹെയർ നന്നായിട്ട് നമ്മൾ പാക്ക് നന്നായിട്ട് പിടിച്ചിട്ട് കഴുകിയാൽ നല്ല സുളു പറയും ഗൈസ്. മുടി ആ ഒരു ലെവലാവും. നല്ല രസമുണ്ടാവും. നല്ല അടിപൊളി സ്പായാണ് ഇട്ടത്. ക്രീമാണ്, മസാജ് ക്രീം. അപ്പം കുക്കിങ്ങും കഴിഞ്ഞ് ഇനി നമ്മൾ കുളി കഴിഞ്ഞ് നേരെ ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത്. കാരണം ഇപ്പം തന്നെ ഒരു 12:30 1 മണിയായി. ഇനി നമുക്ക് 2 മണി 3 മണിയാകുമ്പോൾ ഇറങ്ങണം. കുറച്ച് സമയം കൂടിയുള്ളൂ. അപ്പം എനിക്ക് ഒരു നീണ്ട വിസ്താരക്കുളി ആയതുകൊണ്ട് 1 മണിക്കൂറിൻ്റെ അടുത്ത് കുളിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് പിന്നെ എൻ്റെ ബാഗൊന്നും പാക്ക് ചെയ്തില്ല. ബാഗിൽ കാര്യമായിട്ട് പാക്ക് ചെയ്യാനൊന്നുമില്ല. ഇപ്പം നാളെ ഇടാനുള്ള ഒരു ഡ്രസ്സും, ഇന്നിപ്പോൾ ഓൾറെഡി ഈ ഡ്രസ്സ് തന്നെ നാളെ മോർണിംഗ് നമുക്ക് ഇടാനുള്ള ഡ്രസ്സും പിന്നെ ഒരു പുതപ്പ് മസ്റ്റായിട്ടുള്ള കാര്യം. കാരണം ട്രെയിനിൽ കയറിയാൽ ഫുൾ മൂടിപ്പച്ച കിടന്നുറങ്ങി കാണും ഗൈസ്. അത് നല്ല ഉറക്കക്ഷീണം ഉണ്ടാവില്ല നമുക്ക്. നാളെ പിന്നെ തിരിച്ചു വരുമ്പോൾ ട്രെയിൻ AC ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി പുതപ്പ് അതിലുണ്ടാവും. പക്ഷെ പോകുമ്പോൾ നമ്മൾ പ്രശ്നമാകും. പോകുമ്പോൾ നമുക്ക് AC കിട്ടിയില്ല. AC അടക്കം ഫുള്ളാണ്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് നമ്മൾ ഒരു പുതപ്പും എടുത്ത് കയ്യിൽ കരുതും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും പിന്നെ വെള്ളം, ഫുഡ്, അത് മാത്രമാണ് നമ്മൾ കരുതുന്നത്. വേറെ ഒന്നും എടുക്കുന്നില്ല. പിന്നെ ഇത് ഞാനൊരു ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതിൽ കവർ ചെയ്യണം. പിന്നെ ഇന്നലത്തെ ഷോപ്പിംഗ് ഡേ വ്ളോഗ്, ഇന്നലെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾ ഷോപ്പിംഗ് ഡേ വ്ളോഗാണ്. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി ഞാൻ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കിയിരുന്നു. അത് ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല. പക്ഷെ അവൾക്ക് ഡ്രസ്സ് എടുത്തില്ല. കാരണം അവൾ ഇവിടുന്ന് പോയ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവളതൊരു ജിം ലൈഫ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ എക്സ്ട്രാ വേറെ ഡ്രസ്സിൻ്റെ കാഷ്വൽ വെയേഴ്സിൻ്റെ ആവശ്യമില്ല. ജിമ്മിലേക്കുള്ള ടീഷർട്ടും. കാരണം രാവിലെ ഒരു 4 രാവിലെ ഒരു 6 to 11 o'clock വരെ ജിമ്മിലായിരിക്കും. ഈവനിങ്ങിൽ ഒരു 4 to 8 അല്ല 8:30 വരെ അവൾ ജിമ്മിലായിരിക്കും. പിന്നെ പകലുള്ള സമയം അവൾ ഉള്ള ടൈം കിടന്നുറങ്ങും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അങ്ങനത്തെ അല്ലാത്ത ഡ്രസ്സും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഡ്രസ്സും 2-3 ടീഷർട്ടും ഒരു ജീൻസൊക്കെ എടുക്കാൻ വിചാരിച്ചാൽ അതും ഒക്കെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ബാക്കി നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ കാണുന്നത് ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗിലായിരിക്കും. അപ്പം ഇനി നമുക്ക് വേഗം പോയി കുളിക്കാം. കുളിച്ചിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് കാണാം ഗൈസ്. അപ്പോൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ അമ്മയും അച്ഛനും കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോവല്ലേ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അവരും കൊണ്ടാക്കാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞങ്ങളും കൊണ്ടാക്കാം, ഒറ്റയ്ക്ക് പോവല്ലേ, എനിക്കൊരു സങ്കടം ആവേണ്ടെന്ന് ചോദിച്ചാൽ അവരും വരുന്നുണ്ട് ഗൈസിൻ്റെ കൂടെ. അപ്പോൾ നമുക്കിനി വേഗം പോയിട്ട് കുളിക്കാം. ഇനിയും നമ്മൾ ഡ്രൈ ആക്കാൻ പാടില്ല. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പോയി കുളിച്ചിട്ട് മാറ്റിയിട്ട് ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളിതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇന്നലെ വാങ്ങിയ പുതിയ ടോപ്പാണ് ഗൈസ് ഞാൻ ഇട്ടത്. അപ്പം നമ്മളിനി നേരെ റെയിൽവേ സ്റ്റേഷൻ. 4:10 ട്രെയിൻ വരുന്നത്. ഇപ്പം ഏകദേശം സമയം 3 മണിയായി. ഇനി 1 മണിക്കൂറും കൂടെ ഗൈസ്. അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. ചിക്കൻ ഫ്രൈ ഞാൻ ഓൾറെഡി എടുത്ത് വാഴയിലൊക്കെ വാട്ടി ഒരു സെറ്റാക്കി തന്നിട്ടുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് പൊറോട്ടയും മേടിക്കണം. സോ നമ്മൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് ഫുഡ്. അപ്പോൾ നമുക്ക് നേരെ പോവാം ഗൈസ്. ഞാൻ പോവാൻ സങ്കടം ഉണ്ടോ? ഗൈസ്, അപ്പം ഞാൻ ട്രെയിൻ ഇറങ്ങി 8:15 നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ്. ആക്ച്വലി അമ്മ പൊതിഞ്ഞ 8 ഫുഡ് ബാഗിലുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കഴിക്കാൻ ക്രേവിങ്സ് തോന്നി, അതുകൊണ്ട് കയറി ഗൈസ്. ഉണ്ണീസ് വന്ന നല്ലൊരു ഹോട്ടലുണ്ട്. പക്ഷെ എന്തായാലും സമയം ഇവിടുന്ന് കഴിക്കാൻ. ഇപ്പം രാത്രി വിശക്കുമ്പോൾ അമ്മ പൊതിഞ്ഞ് കഴിക്കാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുന്നത്. അങ്ങനെ ലൈറ്റായിട്ട് കഴിക്കാൻ വെച്ചാൽ ഇവിടെ കയറിയപ്പോഴാണ് ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. പിന്നെ ബിരിയാണി ഓർഡർ ചെയ്യാൻ രക്ഷയല്ലേ കയറിയല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ബിരിയാണി കഴിക്കാം കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് ഇനി നമുക്ക് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിന്. 11:15 ട്രെയിന്. അയ്യോ, സ്റ്റെപ്പ് കയറി ഞാൻ കുഴങ്ങി ഗൈസ്. ഇത്രയും വലിയ സ്റ്റെപ്പ് ഞാൻ കയറി. നമുക്കിനി പ്ലാറ്റ്ഫോം 2 പോയിട്ട് വെയിറ്റ് ചെയ്യണം ട്രെയിനിന്. ഇങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്.
വിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി 9:15 ആയി ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു സ്പോട്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗൈസ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. ഏറ്റവും ടോപ്പിലാണ് ഗൈസ് എൻ്റെ സീറ്റ്. ഇത് വീണ്ടും ഉയർന്നുറക്കാണ്. മോർണിംഗ് നമ്മൾ ഇറങ്ങിയിട്ടാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ സമയം 3:15 3:30 നമ്മൾ ഇറങ്ങും. 15 മിനിറ്റ് കൂടെ ഞാൻ വാഷ്റൂമിലേക്ക് ഇറങ്ങിയാണ്. നല്ല സുഖത്തിൽ കിടന്നുറങ്ങി. സ്ലീപ്പർ ആയതുകൊണ്ട് ഞാൻ 12 മണിക്കാണ് ട്രെയിൻ കയറിയത്. കാരണം 11:15 ട്രെയിൻ 40 മിനിറ്റ് ലേറ്റ് ആയി. 12 മണിക്ക് ഞാൻ കയറിയപ്പോൾ തന്നെ സ്ലീപ്പർ മൊത്തം ലൈറ്റ് ഓഫാണ്. ഇത് കിടന്നുറങ്ങാനല്ല വേറെ നിവർത്തിയിരിക്കില്ല. ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ട്രെയിൻ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാ വർക്കല സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഇങ്ങോട്ടുള്ളൊരു യാത്രാ വ്ളോഗ്. സത്യം പറഞ്ഞാൽ ഇനി നമ്മൾ നേരെ അവളുടെ അടുത്തേക്ക് പോകുന്നതൊക്കെ നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും ഞാൻ കൊടുക്കുക. ടൈം ഒരു 3:30 ആയി. പുലർച്ചെ 3 മണിക്ക് ഗൈസ് ഞാൻ വർക്കല സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യണം. ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ഉള്ളത് നിങ്ങൾ അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഗൈസ്, അപ്പം ഇതുവരെ മാളു സ്റ്റോറീസിൻ്റെ വീഡിയോസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.